നിറത്തിലല്ല കാര്യം, മറ്റൊരാൾ കാണുന്ന കാഴ്ചപ്പാടിലാണ് പ്രശ്നം. ഈ കാഴ്ചപ്പാട് ശരിയായാൽ മറ്റാളുടെ നിറമോ അവൻ്റെ ജാതിയോ മറ്റോ ഒരു കാര്യവും ഒരു പ്രശ്നമല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. 10 കൊല്ലങ്ങൾക്ക് മുമ്പേ അവിടുത്തെ അവസാന അധ്യാപകനും കഥകളി വിഭാഗത്തിൽ റിട്ടയർഡ് ആയതിനു ശേഷം ഇതുവരെ പോസ്റ്റിംഗ് നടന്നില്ല. അപ്പോൾ അവിടെ പോസ്റ്റിംഗ് നടന്നിരുന്നെങ്കിൽ ഒരു 10 പേർക്കെങ്കിലും അവിടെ ജോലി കിട്ടുമായിരുന്നു. ആ 10 പേരിലൂടെ കുറച്ച് കുട്ടികളെങ്കിലും ഇതിലേക്ക് വരുമായിരുന്നു. കലാരംഗത്ത് കഴിഞ്ഞ 40 വർഷമായി സജീവമാണ് കലാമണ്ഡലം മാർഗി അധ്യാപകൻ കൂടിയായ ബാലസുബ്രഹ്മണ്യൻ. അദ്ദേഹം നമ്മുടെ കഴക്കൂട്ടം സ്വദേശിയാണെന്നുള്ളതാണ് അഭിമാനകരമായ കാര്യം. അദ്ദേഹമാണ് ഇന്ന് നമ്മോടൊപ്പം ഈ ഒരു കലാരംഗത്തെ 40 വർഷത്തെ ഒരു അനുഭവ സമ്പത്ത് നമ്മോടൊപ്പം പങ്കുവയ്ക്കുന്നത്. കലാമേഖല രംഗത്ത് കടന്നു വന്നിട്ട് വർഷങ്ങളായല്ലോ. അപ്പോൾ ആദ്യകാല അനുഭവങ്ങൾ ഓർക്കുകയാണെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് തോന്നാനുള്ള കാരണം? ഞാൻ പാലക്കാട് ജില്ലയിലെ വെള്ളിനഴി ഗ്രാമത്തിലാണ് ജനിച്ചത്. ഈ വെള്ളിനഴി ഗ്രാമത്തിൻ്റെ ഒരു പ്രത്യേകത, അവിടെ എല്ലാ കുടുംബത്തിലും കലാകാരന്മാരാണ്. കഥകളിക്കാർ മാത്രമല്ല, എല്ലാ വിഭാഗത്തിലുള്ള കലാകാരന്മാരുണ്ട്. നാടൻ കലകളുണ്ട്, ക്ഷേത്രകലകളുണ്ട്, അടിസ്ഥാന കലകളുണ്ട്. അതിലേറ്റവും കൂടുതൽ കഥകളി തന്നെയാണ്. അപ്പോൾ ഓളൊപ്പമണ്ണ മന ഈ വെള്ളിനഴി പഞ്ചായത്തിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്നൊരു ഇതാണ്. അപ്പോൾ അതിൻ്റെ പോഷണ രീതികളിലാണ് ഈ കലകൾ ഇത്രയും വളർന്നു വന്നത്. അപ്പോൾ നമ്മുടെ കുട്ടിക്കാലത്ത് ഇത് തന്നെയാണ് കാണാനുള്ള അവസരങ്ങൾ നമുക്ക് ധാരാളം ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ കഥകളിയാണ് കാണാൻ അവസരം ഉണ്ടായിട്ടുള്ളത്. എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ മകൻ അറിയപ്പെടുന്ന ഒരു കഥകളി നടനാണ്. അതുപോലെ ആവണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. വീട്ടിൽ ഈ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് ആ ഒരു ചുറ്റുപാടുള്ളത് കൊണ്ട് തന്നെ ആ ഒരു ആഗ്രഹം തോന്നുമ്പോൾ എതിർക്കാൻ അല്ലെങ്കിൽ പിന്തിരിപ്പിക്കാനുള്ള കാരണം വരില്ല. എങ്കിലും എങ്ങനെയായിരുന്നു അച്ഛൻ്റെ അമ്മയുടെയും ബാക്കി ബന്ധുക്കളിൽ നിന്നൊക്കെ ഒരു പ്രതികരണം? ഞങ്ങൾ 5 മക്കളാണ്. അതിൽ 4-മത്താണ്. 3 ആണുങ്ങളിൽ 2-മത്തെ ആളാണ് ഞാൻ. അപ്പോൾ എല്ലാവരും കർഷകരാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ കുടുംബത്തിലുള്ള സഹോദരന്മാരും എല്ലാവരും കർഷകർ തന്നെയാണ്. വീട്ടിലും ഉപജീവനമാർഗം കൃഷി തന്നെയാണ്. അച്ഛനും കർഷകനായിരുന്നു, അമ്മയും കർഷകൻ്റെ ഭാര്യയായിട്ട് ജീവിച്ച് കഴിഞ്ഞതാണ്. അപ്പോൾ ഞാൻ ഈ കൊച്ചുനാൾ മുതലേ ഈ സ്കൂളുകളിലെ ഈ സാഹിത്യ സമാജമായിരുന്നു അന്നുണ്ടായിരുന്നത് സ്കൂളുകളിൽ. അതിനൊക്കെ വീട്ടിലറിയാതെ തന്നെ കൊച്ചു ഡാൻസുകൾ വെറുതെ പാടി കളിക്കുക, അല്ലാതെ വേറെ അതിന് കോസ്റ്റ്യൂംസ് ഒന്നുമില്ല. മോണോ ആക്റ്റുകൾ ഇതൊക്കെ സ്കൂളിൽ ചെല്ലും. അവിടുന്ന് വല്ല സോപ്പ് പെട്ടി എന്തെങ്കിലും കിട്ടും, സമ്മാനം കിട്ടും, ഇങ്ങനെ കൊണ്ടുവരും. പിന്നീടാണ് ഈ കഥകളിയിലേക്ക് മനസ്സ് മാറി വീട്ടിൽ അവതരിപ്പിച്ചു. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പം വീട്ടിൽ തന്നെ പറഞ്ഞു. പക്ഷെ അന്നൊരു എതിർപ്പ് സത്യത്തിൽ അതിനുണ്ടായില്ല. കാരണം എല്ലാവരും കർഷകരാണ്. പിന്നെ വലിയച്ഛൻ്റെ മകൻ ഈ ഫീൽഡിലായതുകൊണ്ട് എനിക്ക് കുറച്ച് എളുപ്പമുണ്ടായിരുന്നു. മറ്റൊരു കാര്യം, വീട്ടിൽ സത്യത്തിൽ ദാരിദ്ര്യമായിരുന്നു. അപ്പോൾ അവിടുന്ന് ഒരാളെങ്കിലും ഇപ്പോൾ കലാമണ്ഡലത്തിലെ പോലുള്ളൊരു സ്ഥാപനത്തിൽ ചെന്ന് ചേർന്നാൽ കൃത്യമായ ഭക്ഷണങ്ങൾ കിട്ടും. അപ്പോൾ അതും ഒരു പ്രധാനമായിരുന്നിരിക്കണം അന്ന് അങ്ങനെ ഒരു തീരുമാനം അച്ഛൻ എടുക്കാൻ കാരണം. എന്നെ പ്രോത്സാഹിപ്പിക്കാൻ എൻ്റെ വീട്ടുകാർക്കൊന്നും അവസരം ഇല്ല സത്യം. പിന്നെ ഞാൻ കലാമണ്ഡലത്തിൽ പഠിച്ചിട്ട് പിന്നെ പുറത്ത് ഒരു ജീവിതം എനിക്കുണ്ടായില്ല. ഞാൻ കലാമണ്ഡലത്തിൽ PG ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഞാൻ തിരുവനന്തപുരം മാർഗിയിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കോഴ്സ് കഴിഞ്ഞിട്ട് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരവസ്ഥ എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പം മാർഗിയിൽ വന്നപ്പം പിന്നെ എനിക്ക് കഥകളി തന്നെയായി. പിന്നെ അതൊരു ബുദ്ധിമുട്ടേ ഇല്ല. മാർഗിയിൽ വന്ന ഇഷ്ടംപോലെ കഥകളിയാണ്. അതൊന്ന് കളിയാണ് മാർഗിക്ക്. ഒരു സീസൺ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ദിവസം പോലും ഇല്ലാത്ത മാർഗിയുടെ കളികളായിരുന്നു അന്ന്. നമുക്കറിയാം, കഥകളി ആരെങ്കിലും എത്തുമ്പോൾ അതിന് പിന്നിൽ ഒരുപാട് മണിക്കൂർ പ്രയത്നങ്ങളുണ്ട്. ഇത് മേക്കപ്പ് ഒക്കെ ചെയ്ത് ആ ഒരു വേഷമൊക്കെ ചെയ്ത് ആ ഒരു ക്ഷമയെ കൂടി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമല്ലേ? പൊതുവെ മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ ക്ഷമ അതിൻ്റെ ഒരു പ്രശ്നമാണ് ഇന്നത്തെ ജനറേഷനിൽ കാണുന്നത്. കാരണം നിരവധി കുട്ടികളാണ് ഇങ്ങനത്തെ സ്ഥാപനങ്ങളിലൊക്കെ പഠിക്കാനായിട്ട് വരുന്നത്. പക്ഷേ ഇവർക്കുള്ള ഒരു പ്രശ്നം, ഇവർ നല്ല കഴിവുള്ള കുട്ടികളുണ്ട്, നല്ല താളബോധമുള്ള കുട്ടികളുണ്ട്, വേഷഭംഗിയുള്ള കുട്ടികളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഇവർക്കുള്ളൊരു പ്രശ്നം, ഒരു നിശ്ചയ ഏജ് ഒരു 15-16 വയസ്സായ അവർ ഈ മൊബൈലൊക്കെ കയ്യിൽ സ്വന്തമായി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇതിനോടൊന്നും താല്പര്യമില്ല. കാരണം ഇതിന് ഒരു നടന് ഒരു ചെറിയ വേഷമെങ്കിലും കിട്ടി ഇറങ്ങി മിനിമം 5 മണിക്കൂറോളം സമയമെടുക്കും. അതിൻ്റെ മേക്കപ്പ്, ഡ്രസ്സിങ് എല്ലാം കൂടെ. പിന്നെ സ്റ്റേജിൽ കൃത്യസമയത്ത് അവൻ്റെ ഒരു കഥാപാത്രം പോയി ചെല്ലേണ്ട സമയങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഇതൊക്കെ കുറേ കാലത്തെ എക്സ്പീരിയൻസിലൂടെ മാത്രം കിട്ടുന്നതാണ്.
അപ്പോൾ ഇതിനൊന്നും ഇന്നത്തെ തലമുറയ്ക്ക് അവർക്ക് അതിനുള്ള സമയമില്ല, അവർക്ക് അതിനുള്ള ക്ഷമയില്ല അവർക്ക്. മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ ഇതിന് ജോലി സാധ്യതയില്ല എന്നുള്ളതാണ്. കാരണം സ്പോർട്സൊക്കെ ആണെങ്കിൽ ധാരാളം ജോലി സാധ്യത ഇന്നും ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ ആർട്സിന് ഇപ്പോഴും ഒരു ഗവൺമെൻറ്റും അതിന് പ്രത്യേക ഒരു പരിഗണന നൽകിയിട്ടില്ല എന്നുള്ളതാണ്. കഥകളിയെ പോലുള്ള ഏറ്റവും ഒന്നാമത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് എന്ന് അവകാശപ്പെടുന്ന സംഗതിയാണ്. പക്ഷേ അടുത്തിരുന്നാൽ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്ന കലയാണ് കഥകളി. ശിവാമ ടീച്ചർ ഒരു പ്രസ്താവന നടത്തിയായിരുന്നു, ഒരു നിറത്തിന്റെ പേരിൽ കറുപ്പും വെളുപ്പും. അപ്പോൾ ആ ഒരു പ്രസ്താവനയോട് നിലപാടല്ല ചോദിക്കുന്നത്, മറിച്ച് ഈ ഒരു കലയുമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തുമ്പോൾ നിറത്തിന്റെ അടിസ്ഥാനം വരുന്ന ഒരു കറുപ്പ് വെളുപ്പ് എന്നൊരു വേർതിരിവുണ്ടോ? കഥകളി എന്നുള്ള മഹത്തായ കലയിൽ അങ്ങനെ ഒരു വേർതിരിവ് ഇതുവരെയും കണ്ടിട്ടില്ല. ഒരു കറുത്തവനെന്നോ ഒരു വെളുത്തവനെന്നോ ഒരു വേർതിരിവും ഇല്ല. എല്ലാവരും തുല്യരാണ്. അവരുടെ കഴിവ് തന്നെയാണ് ഏറ്റവും പ്രധാനം. കഴിവുള്ള ഒരു നടനാണെങ്കിൽ അവന് കയറിപ്പോകാൻ പറ്റും. അവൻ നിറമോ ജാതിയോ വർണ്ണമോ വ്യത്യാസമോ ഒന്നും അവിടെ ഒരു വിഷയമല്ല. പിന്നെ ഇതര കലകളിൽ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കിയിടത്തോളം നിറത്തിലല്ല കാര്യം, മറ്റൊരാൾ കാണുന്ന കാഴ്ചപ്പാടിലാണ് പ്രശ്നം. ഈ കാഴ്ചപ്പാട് ശരിയായാൽ മറ്റാളുടെ നിറമോ അവൻ്റെ ജാതിയോ മറ്റോ ഒരു കാര്യവും ഒരു പ്രശ്നമല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. 40 വർഷം സജീവമായി ഇപ്പോൾ ഒരു പരിപാടി തയ്യാറെടുക്കുകയാണ് ധീരോദാത്തം എന്ന പേരിൽ. ഒരു 8 ദിവസത്തെ 8 കഥാപാത്രങ്ങൾ 8 വേഷങ്ങൾ അവതരിപ്പിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു തയ്യാറെടുപ്പിലാണെന്നറിയാം. ആ ഒരു പരിപാടിയെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ, ധീരോദാത്തം ഞാൻ കലാമണ്ഡലം ഗോപാലകൃഷ്ണൻ ആശാൻ്റെ കീഴിലും തുടർന്ന് പ്രധാന വേഷങ്ങളെല്ലാം കലാമണ്ഡലം വാസുപ്രസാദ് ആശാൻ്റെ കീഴിലുമാണ് പഠിച്ചത്. ഞാൻ പഠനം കഴിഞ്ഞ ഉടനെ ഞാൻ തിരുവനന്തപുരം മാർഗിൽ വന്നു. മാർഗിൽ ഞാൻ ജൂനിയറായിട്ടായിരുന്നു ജോയിൻ ചെയ്തത്. കാരണം അന്ന് എൻ്റെ സീനിയർമാർ ഒരുപാട് പേരുണ്ടായിരുന്നു, ഒരുപാട് വേദികൾ എനിക്ക് ഉണ്ടായിരുന്നു അന്ന്. പക്ഷേ പ്രധാന വേഷങ്ങളിലൂടെ അന്ന് ഒരു യാത്ര ചെയ്യാൻ പറ്റില്ല, കാരണം എൻ്റെ സീനിയർമാരുണ്ടായതുകൊണ്ട്. കാലക്രമേണ ഞാൻ അവിടെ സീനിയർ ലെവലിലെത്തി, നല്ല വേഷങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. ഞാൻ സ്വന്തമായിട്ട് ഒരു കോസ്റ്റ്യൂംസൊക്കെ എനിക്ക് സ്വന്തമായിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയ ഹാളും അപ്പോൾ പ്രോഗ്രാമൊക്കെ ചെയ്യുന്നുണ്ട്. ധാരാളം കലാകാരന്മാരെ നമ്മൾ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ധാരാളം കഥകളി ആസ്വാദനത്തിൽ നേരെ നിന്ന് ചിന്തിക്കുന്നവർ. കാരണം ഇതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്, ഒരു പ്രത്യേക വിഭാഗങ്ങളായിട്ട് മാറുന്നവർ. അവരല്ലാതെ നേരെ നിന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം കഥകളി ആസ്വാദകരാണ് ഇങ്ങനെ ഒരു പരിപാടി നടത്തിയാൽ കൊള്ളാം എന്നൊരു അഭിപ്രായമായിട്ട് വന്നത്. അപ്പോഴേ ഞാൻ ആദ്യം പറഞ്ഞു, എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യിക്കുക, അതുപോലെ തുടങ്ങിക്കഴിഞ്ഞാൽ അവസാനം വരെ എത്തിക്കുക എന്നുള്ളതൊക്കെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിന് പേരാണ് ആദ്യം വിഷയം വന്നത്. അങ്ങനെ ധീരോദാത്തം എന്ന് പറഞ്ഞാൽ ഇത് നാട്യശാസ്ത്രത്തിലുള്ള ഒരു സംഗതിയാണ്. ധീരോദാത്തം നായകൻ്റെ പ്രാധാന്യങ്ങളാണ് ഈ ധീരോദാത്തത്തിൽ വരുന്നത്. ധീരോദാത്ത നായകന്മാരുണ്ട്, ധീരലളിതനുണ്ട്, ധീരശാന്തനുണ്ട്. ഇപ്പോൾ ധീരോദ്ധതനുണ്ട്. ധീരോദാത്തൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല നായക പ്രാധാന്യമുള്ള നായകനെയാണ് ധീരോദാത്ത നായകൻ എന്ന് പറയുക. അങ്ങനെയാണ് ആ പേരിൽ തന്നെ വന്നത്. അങ്ങോളോ ഇങ്ങോളോ ഉള്ള എല്ലാ പ്രധാനപ്പെട്ട കലാകാരന്മാരെ ഇതിലേക്ക് കൊണ്ടുവരണം എന്ന് കമ്മിറ്റിയിലൊരു തീരുമാനമുണ്ടായി. അതിനനുസരിച്ചാണ് പ്രോഗ്രാം ചാർട്ട് ചെയ്തേക്കുന്നത്. ഏപ്രിൽ 13 അത് തുടങ്ങുകയാണ്. ഒക്ടോബർ 20 വരേക്കുള്ള 8 ദിവസങ്ങളിലാണ് അത് നടക്കുന്നത്. അതിൻ്റെ അണിയറ പ്രവർത്തനങ്ങളൊക്കെ വളരെ ഭംഗിയായി ചിട്ടയായി നടന്നുകൊണ്ടിരിക്കുന്നു. ഈ മുമ്പ് കാലത്ത് മാർഗിയിൽ കുറച്ച് സമയം കിട്ടുമ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ അർജുന എന്ന് പറഞ്ഞ മകൻ്റെ പേരാണ് അർജുനൻ. അപ്പോൾ എനിക്ക് പുരാണ കഥകളിൽ ഒരു 3 കഥാപാത്രങ്ങളെ ഏറ്റവും ഇഷ്ടം. ഒന്ന് ഏകലവ്യൻ, പിന്നെ ഒന്ന് കർണൻ, പിന്നെ മൂന്നാമതാണ് അർജുനൻ. പക്ഷേ മകൻ ജനിച്ചപ്പോൾ അവന് ഏകലവ്യൻ കർണൻ എന്നൊന്നും ഇടാൻ വയ്യാത്തതുകൊണ്ട് അർജുനൻ പേരിട്ടു. പിന്നെ ഈ സമയം കിട്ടുമ്പോൾ ഉപയോഗിക്കാനായിട്ട് ഈ ഒരു അർജുന എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനം തുടങ്ങി. അത് അന്ന് ഒരു ടൈം പാസിന് വേണ്ടി തുടങ്ങിയതാണ്. പിന്നീട് അത് കുറച്ച് കുട്ടികളൊക്കെ ആയി വന്നതിന് ശേഷം ഇപ്പോൾ അത് മകൻ തന്നെ ആണ് നോക്കി നടത്തുന്നത്. മകൻ ഭരതനാട്യത്തിലും കഥകളിയിലും ഡിഗ്രി എടുത്ത ആളാണ്. അതുകൊണ്ട് മകൻ തന്നെ നോക്കി നടത്തുന്നത്. ഇതാണ് നമ്മുടെ സങ്കേതം. കുട്ടികളുടെ ക്ലാസ് എടുക്കുന്ന സ്ഥലങ്ങളും നമ്മൾ ആദ്യം ഒരു സമയം പോകാൻ വേണ്ടി തുടങ്ങിയതായിരുന്നു. പിന്നീട് കുട്ടികളൊക്കെ വന്നപ്പോൾ ഇതിന് രജിസ്ട്രേഷൻ വേണ്ടി വന്നു, മറ്റ് നിയമ കാര്യങ്ങളൊക്കെ വേണ്ടി വന്നു. പിന്നെ 2009 പിന്നെ മകൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്തു. ഇപ്പോൾ അതിൻ്റെ ഒരു ഭരണസമിതിയുണ്ട്, സംഗീത അക്കാദമി അഫിലിയേഷനുണ്ട്. ഇപ്പോൾ എല്ലാ രേഖകളും കൃത്യമായി ഭരണസമിതിയും മകൻ അർജുനും കൂടെയാണ് ഇത് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. രണ്ടാമത്തെ സ്പീഡ്